സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 8. സോ ഞാനിപ്പോൾ ഈ അയൺ ഫാമിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇപ്പം തന്നെ ഒരു അയൺ വേണതേ. ഇപ്പം ഞാൻ കുറച്ച് നേരം AFK ഏതാണ്ട് ഒരു 10 മണിക്കൂർ. സോ അപ്പം തന്നെ നമുക്ക് ഏകദേശം ഇത്രയും കിട്ടി. ഇത്രയല്ല, കുറച്ചും കൂടെ കൂടുതൽ കിട്ടി. ഞാൻ പിന്നെ ഇന്നത്തെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 3-3.5 സ്റ്റാക്ക് എടുത്തു. സോ പിന്നെയുള്ളത് കുറച്ചേറെ പ്രോസസ്സ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പ്രോസസ്സല്ല, അപ്ഗ്രേഡ് ഇവിടെ നടത്തിയിട്ടുണ്ട്. സോ മെയിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഓഫ്ലൈനിൽ ഇരുന്നൊരു ട്രീ ഫാം പണിഞ്ഞു. ഓട്ടോമാറ്റിക് അല്ല, ഇങ്ങനെ വളർത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കണം. സോ ഇതാണ് ആ ട്രീ ഫാം. ഇങ്ങനെ ഒരു ട്രീ ഫാം പണിഞ്ഞു. സോ അത് മാത്രമല്ല, ഞാൻ ഇന്നൊരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ട്രേഡിംഗ് ഹാൾ സെറ്റാക്കാൻ തന്നെ ഞാൻ ഇത്രയും സെറ്റാക്കി കേട്ടോ ട്രേഡിംഗ് ഹാളിൻ്റെ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്നാ പണി ചെയ്യുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഒരു മെലൻ ഫാം പണിയാൻ പോവാണ്. മെലൻ ഫാം പണിയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സൂചന കാണിച്ചു തരാം. വേണ്ട നോക്ക്. ഞാൻ ഞാനാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഈ സ്ഥാനത്ത് കിട്ടാം, ഈ ഞൗണിക്കാനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി കേട്ടോ. അങ്ങനെ എനിക്ക് 3 എണ്ണത്തെ കിട്ടി. 4 എണ്ണത്തെ വേണം. സോ എനിക്ക് 3 എണ്ണത്തെ കിട്ടി. ഞാൻ കിട്ടിയ പടി എടുത്തോണ്ട് വന്നു. ഇതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെ വീണ്ടും ഒന്നും കൂടെ എടുക്കേണ്ടി വരും. അത് വലിയ പാടില്ല, ഒരു 1000 ബ്ലോക്കിൻ്റെ അപ്പുറത്തേ ഉള്ളൂ. അത് കടൽ മാർഗം പറ്റി നമുക്ക് സുഖമായിട്ട് പോകാം. സോ അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒരു വില്ലേജ് കിട്ടി, ആ സവാന വില്ലേജ്. സോ അവിടെ നമുക്ക് കുറേ മെലൻ സീഡ് കിട്ടി. അതും കൂടെ ഞാൻ ശരിക്കും തപ്പിയതാണ്, അത് എന്തോ ഭാഗ്യത്തിന് കിട്ടി. സോ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വേണ്ട ഒരു മെലൻ ഫാം സെറ്റാക്കും. സോ ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മൾ പണിയാൻ വേണ്ടി വെച്ച സാധനം തന്നെ എൻ്റെ ഈ ചെസ്റ്റിനകത്ത് മൊത്തം ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് 2 സ്റ്റാക്ക് മെലൻ സീഡ് വേണം. ഏതാണ്ട് ഒരു കുറച്ചും കൂടെ മെലൻ സീഡിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. ഞാൻ ഇവിടെ കൊണ്ട് നടാൻ വേണ്ടി വെച്ചായിരുന്നു, പക്ഷെ ഇതിപ്പം വളരുന്നില്ല. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. അത് കുഴപ്പമില്ല, എന്തായാലും നമുക്ക് അത്തരത്തിൽ ഇപ്പം പണിയാം. പിന്നെ ഞാൻ എൻ്റെ ഈ സോഡും പിക്കാക്സും ഞാൻ വേറെ ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കി അനുവലി ഇട്ട് കമ്പൈൻ ചെയ്തു. സോ നമുക്ക് ഏകദേശം ഒരു ഇവിടെയായിട്ട് പണി. ഇവിടെ ഒന്ന് കുറച്ച് ക്ലിയർ ചെയ്യണം, അത് വിഷയമില്ല. സോ ഫസ്റ്റ് തന്നെ ഈ ചെസ്റ്റ് എടുത്ത് ഇതിൻ്റെ അടുത്ത് വല്ല വെക്കട്ടെ. പിന്നെ ഒരു 16 എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് മൈൻ ചെയ്യണം. നമുക്കൊന്നൊരു പ്ലെയിൻ സെറ്റപ്പ് ആക്കണം, വല്ല പണിയാണ്. സോ ഞാൻ എന്തായാലും ഇതൊന്ന് പണിയിട്ടെ. സോ അതിൻ്റെ നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ. Taking the world, you'll see. They'll be calling me. They'll be calling me royalty. Best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me. They'll be calling me royalty.
ഈ ഫാം പണിയാൻ തുടങ്ങിയിട്ട് തീർന്നു. ഞാൻ ഇപ്പം പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. കാരണം ഈ ഫാം ഉണ്ടാക്കി എനിക്ക് ഏകദേശം 1 മണിക്കൂർ എടുത്തു. ഐ തിങ്ക് 1 മണിക്കൂർ ഈ ഫാം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തതെന്ന് ഈ ഫാമും അയൺ ഫാമും. സോ ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് വർക്കാകുന്നുണ്ടോ ചോദിച്ചാൽ ബെറ്റർ ആയിട്ട് വർക്കാകുന്നുണ്ട്. സോ ഞാൻ ഇവിടെ കുറച്ച് ഇലക്ട്രിക്കൽ പരിപാടിയായിരുന്നു. അതായത് അതിൻ്റെ സാധനത്തിൻ്റെ പേര് മൈൻകാർട്ട് വിത്ത് ഹോപ്പറിൻ്റെ അത് വലിയ സാധനം ഉണ്ടെങ്കിൽ ആ സാധനം ഇതിലൂടെ വന്ന് ഇവിടെ വന്ന് നിൽക്കും. അതിൻ്റെ അത് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സാധനം എല്ലാം ഐറ്റംസ് മെലൺ എല്ലാം ചെസ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ടേ ഇത് തിരിച്ച് അങ്ങോട്ട് പോകത്തുള്ളൂ. കണ്ട, ഇതിവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ അകത്ത് വല്ല സാധനം തീർന്നു കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാനിവിടെ പണിഞ്ഞേക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ പരിപാടി. ഇത് എങ്ങനെയാണ് വർക്കാന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടിയില്ല. കാരണം ഈ ഡിസൈൻ ഞാൻ യൂട്യൂബിൽ നോക്കിയൊന്നും ഉണ്ടാക്കിയതല്ല. ഞാൻ നേരെ പുത്തൻ ക്രിയേറ്റീവ് വേൾഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയതാണ് ഇങ്ങനെ വർക്കാകുമെന്ന്. ലാസ്റ്റ് വർക്കായി എന്തോ ഒരു ഭയം കൊണ്ട്. സോ ഇപ്പം അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാകുന്നുണ്ട്. സോ നമുക്ക് ഇതല്ല, ഇതിനപ്പുറം കുറച്ച് എൻ്റെ പേര് ഓട്ടോക്രാഫ്റ്ററൊക്കെ വെച്ച് നമുക്ക് പണിയണം. അതായത് ഡയറക്റ്റ്ലി ഈ പെട്ടിയിലേക്ക് മെലനായിട്ട് വരുന്ന രീതിയിൽ. സോ അത് നമുക്ക് ഇപ്പം ഞാൻ എന്തായാലും പണിയുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പണിയാം. അത് മാത്രമല്ല വേറൊരു ബഗ്ഗും കൂടെ ഞാൻ കണ്ടുപിടിച്ചേ. അതായത് ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് കയറി വരുന്ന കണ്ടോ, ഇങ്ങനെ ഒരു ബ്ലാക്ക് അല്ല ഒരു ബ്ലൂ നിറത്തിലാവും. ശരിക്കും എനിക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ലായിരുന്നു. സോ ഈ സ്റ്റെയറിൻ്റെ അത് വാട്ടർ ഉണ്ട്. ഞാൻ ഈ വാട്ടറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് കാരണം ഇതിലേക്ക് ഞാൻ കുറച്ച് കയറി വെക്കുന്നുണ്ട്. സോ അപ്പം വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതാണ്. സോ ഇനി ഇതെല്ലാം ഒന്ന് മൂടിയും കൂടെ വെക്കണം. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി തീർന്നു. അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെലൻ ഫാമും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് ബൈ.